24 എക്സ്ക്ലൂസീവ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ സാക്ഷിയാക്കാൻ തീരുമാനം. കെ രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇഡിയുടെ നീക്കം. കേസിൽ അന്തിമ കുറ്റപത്രം ഈ മാസം സമർപ്പിക്കും. റാഫി കരീം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. റാഫി, അദ്ദേഹത്തെ ഒരു 7 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്മിത, ഇന്നലെ കെ രാധാകൃഷ്ണൻ എംപിയെ 7 മണിക്കൂറോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഈ കെ രാധാകൃഷ്ണനെ കേസിൽ സാക്ഷിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. ഇന്നലെ നിർണായക മൊഴി കെ രാധാകൃഷ്ണനിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ രാധാകൃഷ്ണൻ നൽകിയ വിവരങ്ങളിൽ CPM-ന്റെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ CPM ജില്ലാ കമ്മിറ്റിക്ക് കരുവന്നൂർ ബാങ്കിൽ കെ രാധാകൃഷ്ണന്റെ കാലത്തോ ഇപ്പോഴോ അക്കൗണ്ടുകളില്ല എന്നുള്ള വിവരമാണ് കെ രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. ഒപ്പം CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് താഴെ ബ്രാഞ്ച് കമ്മിറ്റികളിലടക്കം കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള വിവരങ്ങളെല്ലാം തന്നെ കെ രാധാകൃഷ്ണൻ നൽകിയിരുന്നു. ഒപ്പം തന്നെ തൻ്റെ വ്യക്തിഗത വിവരങ്ങളുടെ രേഖകൾ കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ മാസം 17-ാം തീയതി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മൊഴികളും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ താൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന 2.5 വർഷക്കാലം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപാടുകളെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കെ രാധാകൃഷ്ണന്റെ മൊഴിയിലുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും 7 മണിക്കൂറത്തെ മൊഴിയെടുക്കലിന് ശേഷമാണ് കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണനെ സാക്ഷിയാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ ഈ മാസം തന്നെ അന്തിമ കുറ്റപത്രം നൽകുക എന്നുള്ള കാര്യത്തിലേക്കാണ് ഇഡി എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഒരു ആദ്യഘട്ട കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ നൽകിയിരുന്നു. എന്നാൽ ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കിരൺ അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ മാസം തന്നെ അന്തിമ കുറ്റപത്രം കേസിൽ നൽകുക. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ സാക്ഷിയാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ തീരുമാനം എത്തിയത്.